Hi everyone, welcome to Math Wiz. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, വിച്ച് ഈസ് ചാപ്റ്റർ നമ്പർ 4 ഇൻ NCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് പോളിനോമിയൽസ് നമ്മൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 2 ആയിരുന്നു. പോളിനോമിയൽസ് ജസ്റ്റ് ഒന്ന് പറയാം. പോളിനോമിയൽ എന്ന് വെച്ചാൽ എന്താണ്? വൺ ഓർ മോർ ടേം ഉള്ള എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ. ആൻഡ് പോളിനോമിയൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ലീനിയർ, quadratic and cubic based on degree വെച്ചിട്ട്. ഡിഗ്രി എന്താ? ഹയസ്റ്റ് പവർ എന്ന് പറയുന്ന പേരാണ് ഡിഗ്രി. ബേസ്ഡ് ഓൺ ഡിഗ്രി നമുക്ക് പോളിനോമിയൽസിലെ ലീനിയർ, ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ലീനിയർ പോളിനോമിയലിന്റെ ഒരു എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ എക്സ് പ്ലസ് വൈ. ഇവിടെ നോക്കിക്കേ, എക്സിന്റെ വൈയുടെ പവർ എത്രയാ? 1 അല്ലെ? ഹയസ്റ്റ് പവർ ആണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് പവർ ഇവിടെ 1 ആണ്. അതുകൊണ്ട് ഒരു ലീനിയർ പോളിനോമിയൽ ആണത്. ക്വാഡ്രാറ്റിക്കിന്റെ കേസിൽ ഹയസ്റ്റ് പവർ ഷുഡ് ബി 2. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ഇപ്പൊ എക്സിന്റെ രണ്ട് ടേംസ് ഉണ്ട്, ഒന്നിന്റെ പവർ 2, ഒന്നിന്റെ പവർ 1. ഹയസ്റ്റ് പവർ 2 അല്ലേ? അപ്പൊ therefore ഈ തന്നേക്കുന്ന എക്സ്പ്രഷൻ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. ഇനി തേർഡ് വൺ ക്യൂബിക്. ക്യൂബിക്കിന്റെ എക്സാമ്പിൾ ആയിട്ട് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ഇപ്പൊ 3, 2, 1 പവർ വരുന്നുണ്ട്. ഹയസ്റ്റ് പവർ 3 ആണ്, അതുകൊണ്ട് അതൊരു ക്യൂബിക് പോളിനോമിയൽ ആയി. ഇനിയിപ്പോ ഞാൻ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഒന്നുകൂടെ എഴുതുവാണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമാണ്, ഇത് ഇക്വേഷൻ ആയില്ല. ഇക്വേഷൻ ആവാൻ വേണ്ടി അവിടെ ഒരു ഈക്വൽ ടു സൈൻ വേണം. ഈക്വൽ ടു എന്ത് വേണം എനിക്ക്? ഈക്വൽ ടു 3 എന്ന് ഞാൻ എഴുതി. ഇപ്പൊ ഇതൊരു ഇക്വേഷൻ ആയി. ഓക്കെ, നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം നോക്കാം. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ax square plus bx plus c equal to 0, where a, b, c are real numbers and a should not be equal to 0. അതുകൊണ്ട് എന്താണ് a should not be equal to 0 എന്ന് പറയുന്നത്? ബിക്കോസ് ഫസ്റ്റ് ടൈം ax സ്ക്വയറിലെ a 0 ആയാൽ ഫസ്റ്റ് ടൈം 0 ആവുകയല്ലേ? ഫസ്റ്റ് ടൈം 0 ആയാൽ പിന്നെ എന്തുണ്ട് ബാക്കി? bx പ്ലസ് c മാത്രമല്ലേ ഉള്ളൂ. bx പ്ലസ് c എന്ന് പറയുന്നത് എന്താ? ലീനിയർ അല്ലേ? അതുകൊണ്ടാണ് a should not be 0 എന്ന് പറയുന്നത്. ബട്ട് ബിയോ സിയോ 0 ആയാൽ കുഴപ്പമില്ല. ഈവൻ ax സ്ക്വയർ ഒരു ടൈമേ ഉള്ളേ പോലും അതൊരു ക്വാഡ്രാറ്റിക്, ഹയസ്റ്റ് പവർ 2 വരും അവിടെ. അതുകൊണ്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ നമ്പർ 2 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ചെക്ക് വെദർ ദ ഫോളോയിങ് ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അല്ല, ഫസ്റ്റ് വൺ x minus 2 the whole square plus 1 equal to 2x minus 2. അപ്പൊ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ LHS RHS ആദ്യം LHS എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക, മാക്സിമം സിംപ്ലിഫൈ ചെയ്യാന്ന് സിംപ്ലിഫൈ ചെയ്യുക, RHS അതുപോലെ ചെയ്യുക. പിന്നെ അത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കാൻ പറ്റും. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്നാ? ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുക. സ്റ്റാൻഡേർഡ് ഫോമിൽ കിട്ടുവാണെങ്കിൽ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ അല്ല. ഓക്കെ, ഇവിടെ LHS എടുക്കാം. LHS ഈക്വൽ ടു x minus 2 the whole square plus 1. x minus 2 the whole square ഐഡന്റിറ്റി യൂസ് ചെയ്യുക, a minus b the whole square വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാം. x square minus 2 into x into 2 plus 4 plus 1, which is equal to x square minus 4x, 4 plus 1 5 plus 5. ഇനി RHS എടുക്കാം. RHS equal to 2x minus 3. അതിന് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, ഇനി അത് ഇക്വേറ്റ് ചെയ്യാം. x square minus 4x plus 5 equal to 2x minus 3. ഇതെല്ലാം നമുക്ക് ഈക്വൽ ടു 0 ഫോമിലല്ലേ ആക്കണ്ടേ? അപ്പൊ എല്ലാം ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. x square minus 4x plus 5 minus 2x plus 3 equal to 0. എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ ടൈം, അതുകൊണ്ട് അത് എക്സ് സ്ക്വയർ ആയിട്ട് തന്നെ എഴുതി. എക്സിന്റെ ടൈം വരുമ്പോൾ -4x ഉണ്ട്, -2x ഉണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ -6x കിട്ടും.
5 plus 3 8 കിട്ടി. 8 equal to 0. അപ്പൊ നോക്കിയാൽ കിട്ടിയ ആൻസർ സ്റ്റാൻഡേർഡ് ഫോമുല അല്ലേ? ax square plus bx plus c equal to 0 ഫോമിൽ തന്നെയാണല്ലോ. a എന്ത് വരും ഇവിടെ? a 1 ആണ്, b -6 ആണ്, c 8 ആണ്. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഫസ്റ്റ് വൺ ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഇനി അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ തന്നെ LHS RHS എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്യാം. LHS നോക്കിയേ, LHS ഈക്വൽ ടു x into x plus 1 plus 8 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, x into x, x square plus x into 1 x plus 8 equal to, ഇനി സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, അത് തന്നെ. ഓക്കെ, നമുക്ക് RHS എടുക്കാം. RHS equal to x plus 2 into x minus 2. അത് a plus b into a minus b ഫോമുല അല്ലേ? a plus b into a minus b equal to a square minus b square. a square minus ഞാൻ എഴുതിയിട്ട് ഇവിടെ സൈഡിൽ എഴുതിയേക്കാം, a plus b into a minus b equal to a square minus b square. ഇവിടെ a ആയിട്ട് x, b ആയിട്ട് 2 അല്ല. അപ്പോൾ ഇവിടെ ഈക്വൽ ടു x square minus 4 എന്ന് എഴുതായിരിക്കും. LHS RHS കിട്ടി, അതിന് ഈക്വേറ്റ് ചെയ്യാം. x square plus x plus 8 equal to x square minus 4. ഇനി എല്ലാ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. x square plus x plus 8 minus x square plus 4 equal to 0. x square minus x square ഉണ്ട്, നമുക്ക് രണ്ടും കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അപ്പൊ അത് രണ്ടും കട്ട് ചെയ്ത് കളയാം, അപ്പൊ അത് പോയി. പിന്നെ x അതേപോലെ എഴുതുക, പ്ലസ് 8 plus 4 12 equal to 0. അപ്പൊ x plus 12 equal to 0 നമുക്ക് ഫൈനൽ സിംപ്ലിഫൈഡ് വേർഷൻ കിട്ടി. ഇത് x സ്ക്വയർ സ്റ്റാൻഡേർഡ് ഫോമിലാണോ? x സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഫോമിലാണോ? അല്ല, x സ്ക്വയറിന്റെ ടേമേ ഇല്ല ഇവിടെ. അപ്പൊ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അടുത്ത പാർട്ടിൽ നമ്മൾ NCERT എക്സസൈസ് 1 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.